മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ലോക കേരള സഭയുടെ സമ്മേളനം ഇന്ന് അവസാനിക്കും. 7 മേഖലാ യോഗങ്ങളുടെ റിപ്പോർട്ടിംഗും പ്രമേയ അവതരണങ്ങളും ഇന്ന് നടക്കും. ലോക കേരള സഭയിൽ നടന്ന ചർച്ചകൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയും. വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ലോക കേരള സഭയുടെ പരിഗണനയ്ക്ക് വന്നത്? ഈ കുവൈറ്റ് ദുരന്തത്തിന്റെയൊക്കെ പശ്ചാത്തലം, മലയാളികളുടെ ഈ അന്യദേശങ്ങളിൽ ഉള്ള പ്രവാസികളുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ, ഇവർക്ക് ഈ മരിച്ചവർക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കുക, അതിനുള്ള നീക്കങ്ങൾ, അത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ചർച്ചകളോ ഇടപെടലുകളോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? രജിത്ത്, ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവും ഒഴിവാക്കിക്കൊണ്ടാണ് ലോക കേരള സഭ സംഘടിപ്പിച്ചത്. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തത്. നേരത്തെ തന്നെ ഏതാണ്ട് 102 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ആ സമയത്താണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നതും ആഘോഷ പരിപാടികൾ ഒഴിവാക്കി മറ്റ് ചർച്ചാ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതും. അപ്പോഴും ഈ ലോക കേരള സഭയുടെ മുൻ എഡിഷനുകൾ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നു വന്നത്. നേരത്തെ ലോക കേരള സഭകൾ സംഘടിപ്പിച്ചെങ്കിലും അതുകൊണ്ട് പ്രവാസികൾക്ക് കാര്യമായ പ്രയോജനമുണ്ടായില്ല എന്നത് തന്നെയാണ്. അതായത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന തരത്തിൽ പ്രവാസികൾക്ക് എന്തെങ്കിലും ഒരു മെച്ചമുണ്ടാക്കാൻ പ്രവാസി സമൂഹത്തിനോ വ്യക്തിപരമായോ അല്ലെങ്കിൽ നിക്ഷേപ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിലോ കാര്യമായ പ്രകടമായ ഒരു മെച്ചവും ഉണ്ടായിട്ടില്ല എന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനം ഇക്കുറിയും പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. സർക്കാർ ഏതാണ്ട് 3 കോടി രൂപ ആണ് ഇത്തവണ ചെലവിട്ടിട്ടുള്ളത്. അതിന്റെ പൂർണ്ണമായ കണക്കുകൾ, കഴിഞ്ഞ എഡിഷനുകളുടെ കണക്കുകൾ അടക്കം പൂർണ്ണമായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സ്പോൺസർമാർ ആരൊക്കെയാണ്, ഏത് തരത്തിലാണ് ഇതിന്റെ ധനസമാഹരണം തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ 3 കോടി രൂപ ചെലവിട്ടു എന്ന ചില കണക്കുകൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെയില്ല. മന്ത്രിമാരുടെയോ MLA മാരുടെയോ നേതൃത്വത്തിൽ നടക്കുന്ന സെമിനാറുകൾ, അതാണ് പ്രധാനമായും ഇത്തവണയും നടന്നത്. പ്രതിപക്ഷാംഗങ്ങൾ വിട്ടുനിന്നതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള സഹകരിച്ചുള്ള ഒരു നടപടികളോ ഭരണപ്രതിപക്ഷാംഗങ്ങൾ ഒരുമിച്ച് നിന്നുള്ള ചർച്ചകളോ ആ നിലയ്ക്കുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, MA യൂസഫ് അലി അടക്കം പ്രധാനപ്പെട്ട ചില വ്യക്തിത്വങ്ങൾ ഈ ലോക കേരള സഭയിൽ പങ്കെടുത്തില്ല എന്നതാണ്. അതിന് ഔദ്യോഗിക വിശദീകരണമായി വന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പലരുടെയും അസൗകര്യങ്ങൾ, ഇത് കാരണമാണ് പങ്കെടുക്കാതിരുന്നത് എന്ന തരത്തിലുള്ള ചില വിശദീകരണങ്ങളാണ് അടക്കം ഈ പങ്കെടുക്കാത്തതും ചർച്ചയായിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചവർക്ക് യൂസഫ് അലി ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു. രവിപിള്ള 2 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ലോക കേരള സഭയിൽ പങ്കെടുത്തില്ല എന്നത് ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, കഴിഞ്ഞ സഭകളിൽ ഉണ്ടായ ചർച്ചകൾ, അതിന് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ഉണ്ടായില്ല, അല്ലെങ്കിൽ ആ ലക്ഷ്യം നിറവേറ്റുന്ന തരത്തിൽ പൂർണ്ണതോതിൽ ഈ യോഗത്തിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ ആ നിലയ്ക്ക് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നടപ്പായില്ല എന്ന വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നുണ്ട്. ഇവരുടെ അസാന്നിധ്യവും ആ നിലയ്ക്ക് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ലോക കേരള സഭയുടെ സമ്മേളനം ഇന്ന് അവസാനിക്കും. ഇന്നലെ ആരംഭിച്ചിരുന്നു. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ ഉപേക്ഷിച്ചാണ് ലോക കേരള സഭ പുരോഗമിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്